എടുത്തു പറയാൻ ചിരിക്കാനുണ്ട്. നല്ല കഥ, നല്ല പടം. അതിൽ വില്ലന്മാർ രണ്ടുപേരുണ്ട്, അവരാരും മറക്കൂല. അത്ര ഡാൻസ് ആയിട്ടുള്ള അടിയാണ്. അഞ്ചൊക്കെ സൂപ്പറാ, ഒരു രക്ഷയില്ല. ഒന്നും പറയാനൊന്നുമില്ല, അടിപൊളി പടാ. ആള് കുറവാ, പക്ഷെ പടം ഒരു രക്ഷയില്ല, കിട്ടും. അടിപൊളി മേക്കിംഗ് എല്ലാം സൂപ്പർ പടം, ഒന്നുമില്ല. മറ്റേ നമ്മളെ ഇപ്പൊ വന്ന് വിജയിച്ച എല്ലാ പടത്തിന്റെയും കൂടെ ചേരേണ്ട പടമാണ്. ഈ മൗത്ത് പബ്ലിസിറ്റി കിട്ടുമോന്ന് അറിയില്ല. മൗത്ത് പബ്ലിസിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് പോകേണ്ട പടം, അടിപൊളി പടം, ഒരു രക്ഷയില്ല. മേക്കിങ്ങും എല്ലാം സൂപ്പർ, എല്ലാം. ഒരു ആക്ഷനൊക്കെ ഉണ്ട്, ഒരു ആക്ഷൻ സീക്വൻസ് ഉണ്ട്, നമ്മളെ ഇന്ത്യൻ സിനിമയിൽ കാണാത്ത ടൈപ്പ് സംഭവം. സൂപ്പർ സൂപ്പർ, ഒരു സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. ഫൈറ്റിനൊക്കെ ഉള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. വേറെ രീതിയിലൊക്കെ എടുത്തിരിക്കുന്നു, ഒരു നാടൻ പാട്ടിന്റെ ശൈലിയിലൊക്കെ എടുത്തിരിക്കുന്നത്. പക്ഷെ ഒരു ഫൈറ്റിന് നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു എടുത്തിരിക്കുന്നത്. ട്രെയിലർ കണ്ട ഒന്നും മനസ്സിലാവില്ല, എന്താണ് ഒരു ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവൂല. പക്ഷെ അത് കണ്ടിരിക്കാം. സംഭവം വരുന്നത് എന്താണ്, പടത്തിൽ എന്താണ്? അല്ല, അത് കണ്ടു നോക്കുന്നതല്ലേ നല്ലത്. നമ്മള് പറയുന്നത് ശരിയല്ലല്ലോ, കണ്ടു മനസ്സിലാക്കുന്നതിന്റെ ഒരു എന്തായിരിക്കും ജോണർ, എന്തായിരിക്കും ഒരു ആക്ഷൻ ഓറിയന്റഡ് ആയുള്ള സംഭവം? ഒരു ആക്ഷൻ റിലേറ്റഡ് ആണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ, ആ പേര് തന്നെ, ടൈറ്റിലിൽ തന്നെ ഒരു വെറൈറ്റി ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു പടമാണ്. ചെമ്പന്റെ ബ്രദറിന് ഡയറക്ഷൻ അല്ലെങ്കിൽ ആ സ്ക്രിപ്റ്റ് ഒക്കെ അറിയാം. സ്റ്റോറി ലൈൻ വളരെ ചെറിയൊരു സ്റ്റോറി ലൈനാണ്. കഥാപാത്രങ്ങളുടെ പേരൊക്കെ തന്നെ രസമുണ്ട്. കാളഹസ്തി എന്ന് പറയുന്ന ഒരു ഗ്രാമം, ഓരോ കഥാപാത്രങ്ങളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ നല്ല രസമുള്ള പേരുകളാണ്. സംഭവം ആക്ഷൻ മൂഡാണ്. ഫസ്റ്റ് ഹാഫിൽ ഒരു ആക്ഷൻ ഉണ്ട്, കള്ളു ഷാപ്പിൽ, അതൊക്കെ അതിന് മുമ്പ് ഒരു വൈബ് സോങ് ഒക്കെ ഉണ്ട്. ക്ലൈമാക്സ് ആയാലും ആക്ഷൻ. നമുക്ക് എന്താ പറയില്ല, ഒരു സ്റ്റോറി ലൈനിന്, ഒരു ചെറിയ സ്റ്റോറി ലൈനിന് അവർ നല്ല വെറൈറ്റി ആയിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ലൂക്ക്മാന്, നമ്മുടെ ചെമ്പം വിനോദ്, പിന്നെ അങ്കമാലിയിൽ അഭിനയിച്ചിട്ടുള്ള ഒരു പയ്യൻ, വേറൊരു പയ്യനും കൊണ്ട് അവർ സഹോദരങ്ങളായിട്ട് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അവന്മാരൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര വൈബാണ്. എനിക്കൊന്ന് യൂത്തിന് കുറെ കൂടി ഈ പടം ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങൾ എന്താ പറയുക, സിനിമ ആസ്വാദകനാണെങ്കിൽ ഈ സിനിമ ഇഷ്ടപ്പെടും. എന്ന് പറഞ്ഞാൽ നമുക്ക് തിയേറ്ററിൽ കാണുമ്പോഴേ രസമുണ്ട്. ആ സൗണ്ട് ഡിസൈന്, ആ കളർ ഗ്രേഡിങ് എല്ലാം ആ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പടമാണ്. സിനിമയ്ക്കൊരു ഒരു ചില ട്വിസ്റ്റൊക്കെ ഉണ്ട്, അതൊക്കെ നല്ല രസമായിട്ട് വർക്കൗട്ട് ഉണ്ട്. അതിൻ്റെ ഒരു വേൾഡ് ബിൽഡിംഗ് ഉണ്ട്. ആ ഒരു ഗ്രാമത്തിൽ കൊണ്ടുപോയിട്ട്, ATC കൊണ്ടുപോയിട്ട്, അവിടുത്തെ പോലീസ് സ്റ്റേഷനും അവിടെ നടന്ന ഒരു കൊലപാതകവും അവിടുത്തെ ആൾക്കാരും, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ അയ്യപ്പനും കോശിയിലും കണ്ട ആ ഒരു, അതിൽ നഞ്ചിയമ്മ പാടിയ പോലെ ഇതിൽ വേറൊരു ടൈപ്പ് മ്യൂസിക് ഇവർ പിടിച്ചിട്ടുണ്ട്. അത് ഭയങ്കര ഒരു രസമാണ്. എന്താ പറയുക, ഒരു വെറൈറ്റി സിനിമ കണ്ട ഒരു ഫീല് ഉറപ്പായിട്ടും കിട്ടും. അത് തിയേറ്ററിൽ തന്നെ കാണും. എന്താണെന്ന് പറഞ്ഞാൽ ഭയങ്കര ക്വാളിറ്റിയാണ്. ഇതിൽ ഈ ബോംബ് കിട്ടണതും വെടിയും അതിനൊക്കെ സൗണ്ട് ഉണ്ട് കേട്ടോ. ഭയങ്കര തിയേറ്ററിൽ ഭയങ്കരമായിട്ട് എഫക്റ്റ് കിട്ടുന്നുണ്ട്. ആക്ഷൻ ഉണ്ട്, 2 ആക്ഷൻ സീക്വൻസ് ഉണ്ട്, അത് സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. ഒന്ന് കള്ളുഷാപ്പ് ഫൈറ്റ്, ഒന്ന് പോലീസ് സ്റ്റേഷൻ ഫൈറ്റ്. ക്ലൈമാക്സ് എനിക്ക് തോന്നുന്നു ഒരു 15 മിനിറ്റ് ഫൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അതൊക്കെ നല്ല രീതി എക്സിക്യൂട്ട്. വയലന്റ് ആണ്, റോ ആണ്, ഒരു റോ നേച്ചറാണ് പടം. ചീത്തവിളിയുണ്ട്, കുറച്ച് അഡൾട്ടറി ടോക്സ് ഉണ്ട്. പക്ഷെ ഒരു വെറൈറ്റി പടം. നമുക്ക് ചെമ്പന്റെ പടം എന്നൊക്കെ പറയുമ്പോൾ അറിയാലോ, എനിക്ക് സത്യം പറഞ്ഞ ഒരു LJPയുടെ ഫ്ലേവർ ഉണ്ട് കേട്ടോ. ഒരു അങ്കമാലിയുടെ വേറൊരു ഫ്ലേവറാണ് എനിക്ക് സിനിമയ്ക്ക് തോന്നിയത്. നല്ല രീതിയിൽ അവർ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് പടം. പിന്നെ ആളൊക്കെ കുറവായിരുന്നു, കുറെ കൂടി യൂത്തും. പിന്നെ സിനിമ, നിങ്ങൾക്കൊരു വെറൈറ്റി സിനിമ ആണെങ്കിൽ ഉറപ്പായിട്ട് കാണാം. ഈ വർഷം മലയാള സിനിമയ്ക്ക് നല്ലൊരു വർഷമാണെന്ന് തോന്നുന്നു ഇതുവരെ കണ്ടതിൽ. ഇതൊരു എന്താ പറയുക, നല്ലൊരു സിനിമ എന്ന് തന്നെ പറയാം. നല്ല സിനിമ മീൻസ് ചെറിയൊരു സ്റ്റോറി ലൈൻ അവർ മികച്ച രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. പടം സൂപ്പർ പടമാണ്, ഒരു രക്ഷയില്ല. എന്താ പറയാ, ആ പുള്ളിക്കാരൻ്റെ ഒരു മേക്കിംഗ്. ഇപ്പം ചെമ്പന്റെ അനിയന്റെ പടമാണ് സംഭവം. ഒരു ലിജോന്റെ പടം കാണുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. ജെല്ലിക്കെട്ട്, മറ്റേ അങ്കമാലി ഡയറീസ് ഒക്കെ അങ്ങനത്തെ ഒരു എഫക്റ്റിലാണ് സാധനം കൊണ്ടുവന്നത്. എല്ലാ ക്യാരക്ടേഴ്സും സൂപ്പർബായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ വില്ലന്മാരായിട്ട് 2 പേരുണ്ട്. പുള്ളിക്കാരൻ നമുക്ക് പരിചിതമാണ്. എനിക്ക് പേരത്ര പറയാൻ ക്ലിയർ ആവുന്നില്ല, എന്നാലും ഞാൻ പറയുന്നില്ല. അവരുടെ പെർഫോമൻസ് ഒക്കെ കിടിലമായിരുന്നു. ഒരു മോശം ഫീലിംഗും തോന്നിയിട്ടില്ല പടത്തിനകത്ത്. നല്ലൊരു എന്റർടൈൻമെന്റ് രീതിക്ക് തന്നെ എടുത്തിട്ടുണ്ട് സംഭവങ്ങൾ. വേറെ എന്താ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതല്ല, ഒരു പുതിയൊരു മേക്കിംഗ് ആണ്. നമുക്ക് ഇപ്പം കാണാം, മോളിവുഡ് കുറച്ച് ചേഞ്ച് ആയിട്ട് വരെയാണ്, മേക്കിംഗ് സ്റ്റൈലിലാണെങ്കിലും സ്ക്രിപ്റ്റ് വൈസ് ആണെങ്കിലൊക്കെ. എനിക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു രീതിക്ക് തന്നെ പടം ഔട്ട്പുട്ട് വന്നിട്ടുണ്ട് സാധനം. ചിലപ്പോൾ ഇത് വർക്കൗട്ട് ആവാൻ സാധ്യത കുറവുണ്ടാവും, പറയാൻ പറ്റത്തില്ല. എനിക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു പടം.